എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിൻ്റെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയവയ്ക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ KGT യോഗ്യത കൂടാതെ DCA ക്വാളിഫിക്കേഷൻ കൂടി ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ പലരും ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് പഠിച്ചവരാണ്. അപ്പോൾ DCA ഇല്ലാതെ, അതായത് DCA സെപ്പറേറ്റ് എടുക്കാതെ ഈ ഡിപ്ലോമ തന്നെ ഇക്വാലൻസി വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തവർ കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അവർക്കുള്ള ഒരു ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. അതായത് അങ്ങനെ നമ്മൾ ഇക്വാലൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇത് ഇക്വാലൻ്റ് ആണോ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഞാനിത് PSC ഓഫീസിലേക്കും വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും വിളിച്ചിട്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ PSC ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ DCA, അതായത് DCAക്ക് പകരമായിട്ട് 6 മാസത്തിൽ കൂടുതൽ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്വലൻ്റ് ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ DCAക്ക് ഇക്വലൻ്റ് ആയിട്ട് കുറച്ച് കോഴ്സുകൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഈ KGT യോഗ്യതയ്ക്ക് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ ഉണ്ട്, പക്ഷേ DCAക്ക് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനും അതുപോലെയാണ് കൊടുത്തത്. അപ്പോൾ ഇത് മിക്കവാറും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.